കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ പദവിയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുവാനും ആ നാമത്തിൽ എൻ്റെ സഹോദരങ്ങളെ വന്ദനം ചെയ്യുവാനും കർത്താവ് അടിയന് അധികാരവും പദവിയും അതിനുള്ള അവസരവും നൽകിയത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുവാനോ നാമം എടുക്കുവാനോ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു അധികാരിയുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വന്നാൽ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ അംഗീകാരവും അദ്ദേഹം നമ്മളെ അധികാരപ്പെടുത്തുകയും ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായ ഒരു കാര്യമായി തീരുമില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വന്യ തിരുനാമം നാം നമ്മുടെ നാവിന്മേലെടുക്കുമ്പോൾ അതെത്ര വലിയൊരു പദവിയാണ്. ദൈവം നമ്മെ അവിടുത്തെ മക്കളെന്ന പദവിയിൽ സ്വീകരിച്ച് അവിടുത്തെ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥന കഴിക്കുവാനും അവിടുത്തെ നാമത്തിൽ പ്രവർത്തിക്കുവാനും ദൈവം നമുക്ക് അവകാശവും പദവിയും അധികാരവും തന്നിരിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അവൻ്റെ നാമം നാം വൃഥാവെടുക്കരുത്. നാം ഒരിക്കലും അർഹതയില്ലാത്ത നിലയിൽ, യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും കർത്താവിൻ്റെ തിരുനാമം ഉച്ചരിക്കരുത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്ദനം ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം, അതൊരു പദവിയായി ഞാൻ കണക്കുകൂട്ടുന്നു. കർത്താവിൻ്റെ വന്യ തിരുനാമത്തിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ സമൂഹം കടന്നു പോകുന്ന വളരെ വിഷമകരമായ ഈ സാഹചര്യത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മയൊക്കെയും പരിപാലിക്കുകയും ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരും പരിചിതരും സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ ആയ എത്രയോ പേരാണ് പെട്ടെന്ന് അനർത്ഥത്തിലാകപ്പെട്ട് പ്രതീക്ഷിക്കാത്ത സമയം ലോകം വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഈ ദൈവവചനം കേൾക്കുവാൻ ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. നാം അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായും ദൈവം തന്ന ഈ അവസരം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഉപയോഗിക്കുവാൻ ഉത്സുകരുമായിരിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. കൽപ്പനകളല്ല, ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് തരികയല്ല. നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിത ശൈലി എങ്ങനെ ആയിരിക്കണം, അതിന് നമ്മളെ നിയന്ത്രിക്കേണ്ട പ്രേരക ഘടകം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തവും വളരെ കൃത്യവുമായുള്ള പ്രബോധനങ്ങൾ, ഉപദേശങ്ങളാണ് നാം വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ ക്രിസ്താനുരൂപരായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്ന നിലയിലുള്ള ഉപദേശങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് നൽകുന്നത്. അതിൽ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ചുമതല അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത് നമ്മൾ ചുരുക്കമായി കാണുകയുണ്ടായി. 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് സമൂഹത്തിൽ നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, രാഷ്ട്രത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം, അതാണ് അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ 8, 9, 10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നാം ചുരുക്കമായി കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് ചില കാര്യങ്ങൾ കൂടി ചിന്തിച്ച ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. 8-ാമത്തെ വാക്യം, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരൻ ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. പ്രിയരെ, അതിൽ ആ 8-ാമത്തെ വാക്യം
കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ വാക്യം അങ്ങോട്ട് വായിച്ചാൽ അതിൻ്റെ മൂലകൃതിയിലുള്ള അതിൻ്റെ എംഫസിസ്, അതിൻ്റെ ഊന്നൽ ഏത് ആശയത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ, ഒരു ചെറിയ ധാരണ പെശകുണ്ടാകത്തക്ക നിലയിലാണ് ആ മലയാളം തർജിമ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്യോന്യം സ്നേഹിക്കുന്നില്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന ഭാഗത്തിന് ഊന്നൽ കൊടുക്കുന്നത് പോലെയാണ്. എന്നാൽ മൂലകൃതിയിൽ ആ സ്നേഹിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, കൊടുക്കുകയോ വാങ്ങിക്കുകയോ, കടം വാങ്ങിക്കുകയോ, വായ്പ കൊടുക്കുകയോ, ലോൺ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന നിലയിലുള്ള ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ നമുക്കവിടെ ലഭിക്കുന്നത് പോലെ കാണും പ്രിയപ്പെട്ടവരെ. എന്നാൽ ആശയം, മൂലകൃതിയിലുള്ള ആശയം അങ്ങനെയല്ല. അതിൽ 7-ാമത്തെ വാക്യത്തിൽ കടം എന്നുള്ള ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 8-ാമത്തെ വാക്യം വരുന്നത്. 7-ാമത്തെ വാക്യത്തിൽ കടമായുള്ളത്, കടമ എന്നല്ല, കടം ആയുള്ളത് നമ്മൾ കൊടുക്കണം എന്ന 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും വലിയ കടം സ്നേഹത്തിനായിരിക്കണം, മറ്റൊന്നിനുമല്ല. മറ്റ് കാര്യങ്ങൾ, മറ്റ് ഇടപാടുകൾ, വ്യാപാരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആകാവൂ എന്നാണ്. നമുക്കറിയാം, മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ഈ കബളിപ്പിക്കപ്പെടാൻ വളരെ എളുപ്പമുള്ളൊരു സമൂഹമാണെന്നാണ് തോന്നുന്നത്. എത്രയോ തട്ടിപ്പ് കേസുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അവിടുത്തെ ചിട്ടി കമ്പനി പൊട്ടി, അവിടുത്തെ നിക്ഷേപകരെ അങ്ങോട്ട് വലിയ ഓഫറൊക്കെ കൊടുക്കുന്ന കാണുമ്പോഴത്തേന് നമ്മൾ ആർത്തിയോടെ ചെന്ന് അതിന് പിന്നാലെ കൂടും, അതിനകത്ത് ചെന്ന് കെണിയിൽപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടല്ലാതെ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല. ആ ആശയമാണ് ഈ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടമാണ് സ്നേഹം. ആ സ്നേഹത്തിനാണ് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത്. അന്യോന്യം കടക്കാരനായിരിക്കരുത് എന്ന ഒരാശയം, അതിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തോന്നുന്നു. തുടർന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കും. എന്നാൽ ആ ആശയം എങ്ങനെ ആശയം നമ്മൾ അതോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് സ്നേഹവും കടമവും. ആ സ്നേഹം എന്നുള്ളത് കടമാണ്. സ്നേഹവും കടവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് തോന്നും. ഈ ലേഖനത്തിൽ കടം എന്ന ആശയം നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത് സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ കടക്കാരാണെന്ന് 1-ാം വാക്യം 14-ാമത്തെ വാക്യം നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പിന്നെയും ഒരു കടത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ജഡത്തിനല്ല, ആത്മാവിനാണ് നാം കടക്കാരായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം കടപ്പെട്ടവരാണ്, നാം കടക്കാരാണ്. നമ്മളോട് തന്നെ കടക്കാരാണ്. നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു കടമുണ്ട്. അതുപോലെ ദൈവത്തോട് നമ്മുടെ കടമയുണ്ട്. ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. അടുത്തത് പിന്നെയും പറയുന്നു, നമ്മൾ രാഷ്ട്രത്തോട് നികുതി കൊടുക്കാൻ നമ്മൾ കടക്കാരാണെന്ന് 13-ാം വാക്യം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ കടം എന്നുള്ള ആശയം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ചുമതല എന്നുള്ള ആശയമാണ്. പരസ്പരം സ്നേഹിക്കുന്നതാണ് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചുമതല. പിന്നെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ കൊടുക്ക വാങ്ങലുകളെക്കുറിച്ചല്ല പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ കടപ്പെട്ടിരിക്കരുതെന്ന് പറയുമ്പോൾ ആർക്കും കടം കൊടുക്കാൻ പാടില്ലെന്നും കടം മേടിക്കാൻ പാടില്ലെന്നും ആ ട്രാൻസാക്ഷൻസ് പാടില്ല എന്ന ഒരു ആശയം അവിടെ വരും. ആ ആശയത്തിനല്ല മൂലകൃതിയിൽ ഊന്നൽ. നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് നാം സ്നേഹിക്കുക എന്നുള്ളതിനാണ്. കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കട്ടെ. എൻ്റെ വാക്കുകളിൽ കുറവായുള്ളത് പരിശുദ്ധാത്മയുടെ ഹൃദയങ്ങളിൽ പൂരിപ്പിച്ചു തരട്ടെ. അപ്പോൾ സ്നേഹിക്കുക എന്നുള്ള ആശയമാണ് പ്രധാനമായിട്ടും ഇവിടെ, കടം എന്നുള്ള ആശയമല്ല. ഈ ഭാഷാ പ്രയോഗം കൊണ്ട് ഊന്നൽ കൊടുക്കുന്ന ആശയം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഷിഫ്റ്റിംഗ് ഓഫ് എംഫസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയും. ഇവിടുത്തെ എംഫസിസ് മലയാളം തർജ്ജിമയിൽ കടപ്പെട്ടിരിക്കരുത് എന്നുള്ളതിനാണെങ്കിൽ മൂലകൃതിയിൽ അത് സ്നേഹിക്കുക എന്നുള്ളതിനാണ്. എക്സെപ്റ്റ് ഒന്നിനും എന്നുള്ള ആശയമാണ്. സ്നേഹിക്കുന്നത് ആയിരിക്കണം ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കടമ എന്നുള്ള ആശയത്തിനാണ്
മുൻതൂക്കം. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് വ്യാപാര കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാനോ ഒരു വണ്ടി മേടിക്കാനോ ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കരുത് എന്നുള്ള ആശയം ഈ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ആ ആശയമല്ല പൗലോസ് അതിൻ്റെ മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗത്തിൽ, ഭാഷാ പ്രയോഗത്തിലുള്ളത്. അടുത്തത്, അന്യനെ സ്നേഹിക്കുന്നവൻ, അല്ല കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതെന്നുള്ളതല്ല. കടം എന്നുള്ള ആശയമേ അവിടെ ആ ആശയം ഒന്ന് വ്യക്തമാക്കാനായിട്ട് പൗലോസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ന്യായപ്രമാണം വേണ്ടെന്ന് പറയുകയല്ല, ന്യായപ്രമാണം നമ്മൾ നിവർത്തിച്ചു കഴിഞ്ഞു. എന്നിട്ട് വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. നമുക്കറിയാം ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളിൽ പ്രധാനമായിട്ടും ദൈവോന്മുഖമായതും മനുഷ്യോന്മുഖമായതുമായ 2 തട്ടുകളായിട്ട് നമുക്കതിനെ തിരിക്കാൻ കഴിയും. ദൈവോന്മുഖമായ കൽപ്പനകളുണ്ട്. ഞാനല്ല നിങ്ങൾക്ക് ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, യാതൊന്നിൻ്റെ പ്രതിമയരുത്, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, ഇങ്ങനെ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ഇങ്ങനെ ദൈവോന്മുഖമായ കൽപ്പനകളുണ്ട്. അതേസമയം മനുഷ്യോന്മുഖമായ കൽപ്പനകളുണ്ട്. ഈ മനുഷ്യോന്മുഖമായ കൽപ്പനകളെല്ലാം നാം നോക്കുമ്പോൾ ഈ ഒറ്റ പ്രയോഗത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. എന്നും മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നുള്ള വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്, അല്ല എന്നുള്ള കൽപ്പനയിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്നല്ല. കാരണം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കൽപ്പനയായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ചെയ്ത് തീർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അത് അവസ്ഥയിൽ വരുന്ന രൂപാന്തരമാണ്. നമ്മുടെ അവസ്ഥയിൽ തന്നെ നമുക്ക് രൂപാന്തരം വരണം. അവിടെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് യേശു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 37 മുതൽ 40 വരെ ഭാഗം. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പോൾ ഇത് 2 കൽപ്പന എന്ന് കർത്താവിടെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇവിടെ പൗലോസ് അത് 2ഉം കൂടെ കൂട്ടി ഒരെണ്ണാക്കി. സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, 2 കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുക. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത്. രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം എന്തായിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ സമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതം ആയിരിക്കണം. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുക മാത്രം, ആ സ്നേഹിക്കുക എന്നുള്ള ആ അടിസ്ഥാന പ്രമാണവുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മളെ എല്ലാ ഇടപാടുകളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാമല്ലോ, ആദ്യത്തെ 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 ദൈവോന്മുഖവും ബാക്കി 6 മനുഷ്യോന്മുഖവുമാണ്. മനുഷ്യോന്മുഖമായതെല്ലാം ഇത് 2ഉം, ഈ ദൈവോന്മുഖമായതും മനുഷ്യോന്മുഖമായതുമായ ഇത് 2ഉം സ്നേഹിക്കുക എന്ന ഏക വചനത്തിൽ, കൽപ്പനയെന്നല്ല, വചനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അരുളപ്പാടാണത്. പഴയ നിയമത്തിൽ കൽപ്പനകളും പുതിയ നിയമത്തിൽ ഉപദേശങ്ങളുമാണ്. പഴയ കൽപ്പന യജമാനൻ ദാസന് കൊടുക്കുന്നതാണ്. എന്നാൽ ഉപദേശം അപ്പൻ മക്കൾക്ക് കൊടുക്കുക. നമ്മുടെ ആ ബന്ധമേ അങ്ങ് മാറി, ദൈവത്തുള്ള ബന്ധമേ അങ്ങ് മാറി. അന്യോന്യം സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ വരുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി അടുത്തത് ഉണ്ടല്ലേ, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ. അപ്പോൾ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ കൂട്ടുകാരനെ നമ്മൾ, അപ്പം ഞാൻ എന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ സ്വസ്നേഹം, അത് തിമോഥെയോസ് 2-ാം ലേഖനം 3-ാം വാക്യത്തിൽ സ്വസ്നേഹം എന്ന് പറയുന്നത് തിന്മയുടെ ഭാവത്തിൽ ആണല്ലോ നമ്മൾ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പാപികളായ നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് നമ്മെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോടുള്ള മനോഭാവമായിരിക്കണം നമുക്ക് നമ്മുടെ കൂട്ടുകാരനോടും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ സ്വാർത്ഥരാകണമെന്നല്ല. സ്വസ്നേഹികളായിരിക്കുന്നത് സ്വാർത്ഥരായിരിക്കുന്നത് 2ആണ്. സ്വസ്നേഹികളെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് സ്നേഹിക്കുന്നു, ബാക്കി ആരെയും അങ്ങനല്ല.
നമുക്ക് നമ്മളോടുള്ള മനോഭാവം എന്താണോ ആ മനോഭാവമായിരിക്കണം നമുക്ക് മറ്റുള്ളവരോടും ഉണ്ടായിരിക്കേണ്ടത്. അതാ കൂട്ടുകാരനെ തന്നെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ചിന്തിക്കുന്ന ഏറ്റവും ആർദ്രവും ഹൃദ്യവും ആത്മാർത്ഥവുമായ കരുതലും സ്നേഹവും അത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയാണ്. ആ സ്നേഹവും ആ ആർദ്രത, ആ കരുതൽ, ആ വാംത്, ആ ഊഷ്മളത നമ്മുടെ സഹോദരനോട് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എത്ര സ്വർഗതുല്യമാകുമായിരുന്നു. സ്തോത്രം. അപ്പോൾ കൂട്ടുകാരനുള്ള നമ്മളുടെ സ്നേഹമോ നമുക്ക് നമ്മളോടുള്ള സ്നേഹമോ ഈ രണ്ട് വരുമ്പോൾ നമുക്ക് നമ്മളോട് എത്ര സ്നേഹമുണ്ടോ അത്രയും കൂട്ടുകാരനോടും സ്നേഹിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കൂട്ടുകാരനോട് നമുക്കുള്ള അത്രയും സ്നേഹമേ നമുക്ക് നമ്മളോടും പാടുള്ളൂ. നമുക്ക് കൂട്ടുകാരനോടുള്ള സ്നേഹം എത്രയുണ്ടോ അത്രയേ നമുക്ക് നമ്മളോടും പാടുള്ളൂ. അതാണ് ഈ ആശയം ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത്. നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹം കുറയ്ക്കുകയാ എന്നല്ല, അത്രയും തന്നെ സ്നേഹം മറ്റുള്ളവരോടും കാണിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, ദൈവത്തോടുള്ള സ്നേഹം അതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവുമായിരിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. കൂട്ടുകാരന് സ്നേഹം കൂട്ടുകാരന് ദോഷം ചെയ്യുകയില്ല. ഈ വചനം എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നിങ്ങളോട് പറഞ്ഞല്ലോ, അത് കൽപ്പനയല്ല. സ്നേഹിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിൽ വരുമ്പോൾ മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്നു എന്നൊരു വചനമുണ്ട്. രണ്ടാമത് പുതിയൊരു കൽപ്പന നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. ഇത് രണ്ടും കൽപ്പന എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഇത് രണ്ടും ചെയ്യാനുള്ള ചില കർമ്മങ്ങളോ ചില പ്രവൃത്തികളോ അല്ല. അതായത് അനുഷ്ഠിക്കാനോ അനുസരിക്കുവാനോ ഉള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശമായിട്ടല്ല, പിന്നെയോ അത് നമ്മുടെ ആന്തരിക പ്രകൃതത്തിൽ വരേണ്ട രൂപാന്തരം എന്ന അർത്ഥമാണ് സ്തോത്രം പൗലോസ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ രൂപാന്തരം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ തീർച്ചയായിട്ടും നമ്മളെ കരുതുന്ന പോലെ കരുതുവാനായിട്ട് കഴിയും. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം! ഈ വിശുദ്ധ തിരുവെഴുത്ത്, വിശുദ്ധ ബൈബിൾ ഇത്രയും ശ്രേഷ്ഠമായ ഒരു സാമൂഹ്യ ബന്ധം നമുക്ക് പ്രബോധിപ്പിച്ചു തന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ കൂടിയ ഒരു കൽപ്പന അല്ലെങ്കിൽ ഇതിൽ കൂടിയ ഒരു ജീവിത ശൈലി, അതാണ് കൂടുതൽ കൽപ്പന എന്നുള്ളതൊക്കെ ഒരു ജീവിത ശൈലി, ഇതിൽ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു ജീവിതശൈലി നമുക്ക് വിഭാവനം ചെയ്യാൻ തന്നെ കഴിയുകയില്ല. ഇത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതശൈലി നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരേ ഒരു വചനം വിശുദ്ധ തിരുവെഴുത്താണ്. നമ്മുടെ നേട്ടത്തിന് വേണ്ടിയോ വിജയത്തിന് വേണ്ടിയോ ഒരു കാരണവശാലും ഒരു കൂട്ടു സഹോദരനെ ദ്രോഹിക്കുവാൻ പാടില്ല. ഞാൻ എന്നെ എത്ര കരുതുന്നു അത്രയും എൻ്റെ കൂട്ടു സഹോദരനെയും കരുതണം. ആവർത്തിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. കൽപ്പന, ഇത് കൽപ്പനകളാകുന്ന ജഡിക നിയമങ്ങളല്ല, ആന്തരിക രൂപാന്തരത്തിന് ഉതകുന്ന പ്രബോധന വാക്യങ്ങളാണ്. 10-ാമത്തെ വാക്യം വരെ ആ കാര്യം പൗലോസ് ശ്ലീഹ പറയുന്നു. ഇനി 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് അല്പം ഒന്ന് കടക്കാം. 11, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിടക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ കാലത്തിൻ്റെ പ്രത്യേകതയും നമ്മുടെ കടപ്പാടും അതാണ് ഈ ഭാഗത്തെ പൗലോസ് വിശദീകരിക്കുന്നത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലത്ത് നമ്മുടെ കടപ്പാട് എന്താണ്? അത് കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം? നമ്മൾ കണ്ടല്ലോ 13-ാം അധ്യായത്തിന് ആദ്യ ഭാഗത്ത് രാഷ്ട്രത്തോടുള്ള നമ്മുടെ ബന്ധം, 2-ാമത്തെ ഭാഗത്ത് സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം, ഈ 3-ാമത്തെ ഭാഗത്ത് കർത്താവിൻ്റെ വരവിനോടുള്ള നമ്മളുടെ ബന്ധം. അതാണ് പൗലോസിലൂടെ ഇത് ചെയ്യേണ്ടത്. ഏതാ മേളിൽ പറയുന്ന കാര്യം? സമൂഹത്തോട് നാം സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിത ശൈലിയിൽ തുടരണം. നാം ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കണം. നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മളുടെ മാതൃകപരമായ ജീവിതം, ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കണം.
ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്തോത്രം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവനാണ്, ഞാൻ ഓൾറെഡി വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ, ഞാനൊരു ഔദാര്യവും ചെയ്യുകയല്ല, ആ ഒരു ബന്ധമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. ഈ ആയുസ് കൊണ്ട് ജീവിതം അവസാനിക്കുമെങ്കിൽ നമുക്ക് വലിയ തത്വങ്ങളൊന്നും ആചരിക്കുവാൻ ആവശ്യമുണ്ടെന്ന് വരികയില്ല. ഒരുവിധം മാന്യമായിട്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് തോന്നിയേക്കും. പക്ഷേ അങ്ങനെയല്ല, കർത്താവ് മടങ്ങി വരും. നോക്കണേ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉറക്കം എന്ന് പറയുന്നത് മരണത്തെ സംബന്ധിക്കുന്ന ഉറക്കം എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മീൻസ് നമ്മുടെ ഭൗമികമായ ഉറക്കമല്ല, പിന്നെ മരണത്തെ നിദ്ര എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മരണത്തെ നിദ്രയെന്ന് അറിയാമല്ലോ. ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ശിശുപാർ പറഞ്ഞ് അവൻ ഉറങ്ങുന്നെങ്കിൽ അങ്ങ് ഉണരുകയില്ലേന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അവൻ മരിച്ചു പോയെന്ന്. അപ്പോൾ നിദ്ര എന്ന കർത്താവ് മരണത്തെ അവിടെ സൂചിപ്പിച്ചു. ഇതുപോലെ ഉയിർത്തെഴുന്നേൽപ്പിനുള്ള കാലം അടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആയുസ് കൊണ്ട് ജീവിതം അവസാനിക്കുന്നതല്ല. ഈ കൊറോണ പോലെയുള്ള പ്രതിസന്ധികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പല ആളുകളും, എത്രയോ ഭക്തന്മാരാണ് ഈ രോഗം ബാധിച്ച് തന്നെ പെട്ടെന്ന് ലോകത്തിൽ നിന്നും യാത്രയായത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ക്രൂരനായ ഒരു ദൈവമാണല്ലോ, തന്നെ സ്നേഹിക്കുന്നവരെയും തൻ്റെ അവിടുത്തെ വേല ചെയ്യുന്നവരെ പോലും സംരക്ഷിക്കുവാൻ ദൈവം കൂട്ടാക്കുന്നില്ലല്ലോ, അതോ ദൈവത്തിന് കഴിയാതെ പോകുന്നതാണോ? ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ബലഹീനരല്ലേ, നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയെന്ന് വരാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ്. നിത്യമായ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മരണം ഒരു ഉറക്കം മാത്രം. അതിൽ നിന്ന് ഉണരുന്നൊരു ദിവസം വരുന്നു. ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. താഴെ കണ്ട് 12 രാത്രി കഴിവാറായി എന്ന് പറഞ്ഞാൽ ലോകം ഇന്നൊരു അന്ധകാരത്തിലാണ്. ഒരന്ധകാര യുഗത്തിൽ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി കഴിയാറായി. അപ്പോൾ രാത്രി കഴിയാറായെങ്കിൽ പിന്നെ ഉണരാറായി. നമ്മൾ രാത്രിയിലാണല്ലോ പ്രധാനമായിട്ട് ഉണരുന്നത്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നമുക്ക് നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ സമയത്തെ നമ്മൾ അറിയുകയാൽ തന്നെ സമയത്തിൻ്റെ വിശേഷതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് മുൻകൊടുത്ത പ്രബോധനങ്ങൾ അനുസരിക്കുന്നതിന് പ്രചോദനമാകണം. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള നമ്മളുടെ അറിവ് മുകളിൽ കൊടുത്ത പ്രബോധനങ്ങൾ അനുസരിക്കുന്നതിനുള്ള പ്രചോദനമാകണമെന്നാണ് പൗലോസ് പറയുന്നത്. നാഴിക എന്നുള്ള വാക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. നാഴിക എന്നുള്ളതിന് കൈറോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൈറോസ് എന്നത് ആ വാക്കിൻ്റെ അർത്ഥം വർത്തമാനകാലമെന്നാണ്. കൈറോസ്, നാഴിക വന്നിരിക്കുന്നു എന്ന വർത്തമാനകാലം, അതാണ് കൈറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഭാവി അനിശ്ചിതമാണ്, നമുക്കറിഞ്ഞുകൂടാ. ഭൂതം കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നമ്മളിനി വിലപിക്കേണ്ട കാര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് പോയി. പെയ്തു തീർന്ന മഴ പോലെ, ഉദിച്ചസ്തമിച്ച സൂര്യപ്രകാശം പോലെ അത് കഴിഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് ഇനി നമ്മൾ അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പുറകോട്ട് നോക്കി പശ്ചാത്തപിക്കുന്നതിനകത്തൊരു കാര്യവുമില്ല. അത് കഴിഞ്ഞു. ഭൂതകാലം കഴിഞ്ഞുപോയി. ഭാവിയാണെങ്കിലോ, ഭാവി നമുക്ക് അനിശ്ചിതമാണ്. ലഭിക്കുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അനിശ്ചിതത്വത്തിൻ്റെ കാലത്ത്. പിന്നെ നമുക്കുള്ളത് കൈറോസാണ്, നാഴികയാണ്. ഇപ്പോൾ വർത്തമാനകാലമാണ് നമുക്ക് ദൈവം നിയമിച്ചു തന്നിരിക്കുന്നത് ഇപ്പോൾ, പ്രിയപ്പെട്ടവരെ. അപ്പോൾ കൈറോസ്, ഉപയോഗിക്കാവുന്ന സുവർണാവസരം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്ന ആ സുപ്രധാനമായ സംഭവം നടക്കാൻ പോവുകയാണ്. ആ സുപ്രധാനമായ സംഭവം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം ഉപയോഗിച്ച് മുകളിൽ കൊടുത്ത പ്രബോധനങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം കാലത്തെക്കുറിച്ചുള്ള ഉൾബോധം ഉണ്ടായിരിക്കണം. ഭാവി നമ്മുടെ ചിന്തയിടത്തിലല്ല, ഭൂതം നമ്മളിൽ നിന്ന് വിട്ടുപോയി. അനിശ്ചിതത്വമാണ് ഭാവി. എന്നാൽ വർത്തമാനകാലം നമുക്കുള്ളതാണ്. ഇത് സുവർണ അവസരമാണ്. അടുത്തൊരു കാര്യം ഓർക്കണം, നാഴികയെന്നാണ്.
ഇത് നാഴിക മാത്രമാണ്. നമ്മൾ പലപ്പോഴും വർഷങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴാണ് ഒരു വയസ്സൂടെ ആയി, പുതുവർഷം എന്നൊക്കെയുള്ള നമ്മൾ വലിയ പ്രാധാന്യത്തോടെ കാണും. വർഷം കഴിഞ്ഞു, ചിലപ്പോൾ മാസം കഴിയുമ്പോഴും നമ്മൾ ചിലപ്പോൾ ശമ്പളമൊക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാൻ അവസരങ്ങൾ വന്നു, ആവശ്യം വന്നു, അപ്പോൾ മാസവും ചിലപ്പോൾ. പക്ഷേ ബൈബിൾ പറയുന്നത് ദിവസങ്ങളെ എണ്ണണമെന്നാണ്. ഇവിടെ പൗലോസ് പറയുന്നത് നാഴികയാണ്, നിമിഷങ്ങളാണ് പ്രധാനം. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഓരോ നിമിഷമാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു നിമിഷമെടുത്ത തീരുമാനമാണ് നമ്മളെ ഓരോ ചുവട്ടിലും ഇന്ന് വരെ കൊണ്ടത്. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രധാനമാണ്, ഓരോ നിമിഷവും പ്രധാനം. അതുകൊണ്ട് ഉറക്കത്തിനുള്ളിലുള്ള നാഴിക ഒരു ആ സമയം വന്നു, അത് വന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് പ്രയോജനകരമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരം, ഇത് സുവർണാവസരമാണ്. ഈ സുവർണാവസരം ഏറ്റവും പ്രയോജനകരമായി ചിലവഴിക്കുകയും, പ്രയോജനമായി എങ്ങനെ ചിലവഴിക്കും? മേളിൽ കൊടുത്ത പ്രബോധനങ്ങൾ അനുസരിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നമ്മുടെ ബന്ധങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കൊറോണ പോലെയുള്ള പ്രതിസന്ധിയിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മൾ ദൈവത്തോട് നമ്മുടെ സ്നേഹം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രതിഫലിപ്പിച്ച് കൊടുക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കടപ്പാടെന്നുള്ളതൊക്കെ നമ്മൾ കടക്കാരാണ്. നമ്മളത് ചെയ്തേ തീരൂ. വാങ്ങിച്ച കടം നമ്മൾ കൊടുത്തു തീർക്കുവാൻ നമുക്ക് ആവശ്യമുണ്ടല്ലോ. ആ വാങ്ങിച്ച കടം കൊടുത്തു തീർക്കുന്നത് പോലെ നമ്മൾ കടപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യുവാൻ. അതുകൊണ്ട് ഈ അവസരം, സുവർണാവസരം, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടും നമ്മുടെ ദൈവത്തോടുമുള്ള നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ഉപകരിക്കട്ടെ. അതിന് സർവ്വകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താഴെയുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഈ കാലഘട്ടം ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം നമുക്ക് തന്നു. ഫ്ലീറ്റിംഗ് ടൈം, അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല. ഒഴുകിപ്പോയ വെള്ളം പോലെ, ചാഞ്ഞുപോയ നിഴൽ പോലെ പോവുകയാണ്. അതുകൊണ്ട് ഈ ഉള്ള സമയം ദൈവം അതിന് തന്നിരിക്കുന്ന പ്രബോധനങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് ഉപയോഗിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ സ്നേഹിക്കുന്നതിനല്ലാതെ കർത്താവേ ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്നുള്ള ആശയം, സ്നേഹിക്കുക എന്നുള്ള കടമാണ് അത് ഏറ്റവും പ്രധാനമെന്ന ആശയം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ കടക്കാരാണ് കർത്താവേ. ഞങ്ങൾ ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, ഞങ്ങൾ സുവിശേഷത്തിന് കടക്കാരായിരിക്കുന്നു, ഞങ്ങൾ ആത്മാവിന് കടക്കാരായിരിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുവാൻ കടക്കാരായിരിക്കുന്നു. കർത്താവേ, മറ്റ് കടബാധ്യതകളിൽ ആവശ്യമില്ലാതെ കുരുങ്ങിപ്പോകാനിടയാകാതെ കർത്താവേ, ഞങ്ങൾ പരസ്പരമുള്ള സ്നേഹമെന്ന ആ കടം കൊടുത്തു തീർക്കുവാൻ, അങ്ങന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾ ചുമതലപ്പെട്ടവരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. സ്തോത്രം. ഈ നാഴിക വളരെ നിർണായകമാണെന്നും കർത്താവെ, ഇത് വേഗം കഴിഞ്ഞു പോകുന്നതാണെന്നും തിരിച്ചറിഞ്ഞ് അത് പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിപ്പാൻ, മറ്റുള്ളവരെയും തിരുമേനിയെയും സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.